ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതായിരുന്നു. നമ്മുടെ രാജ്യനിവാസികളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി ഉള്ളതായിരുന്നു. എന്നാൽ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ സമീപന രേഖ നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. UPA ഗവൺമെന്റ് സാമ്രാജ്യത്വ ശക്തികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ സംവിധാനിച്ചുകൊണ്ടിരിക്കുന്നത്, തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. 10ാം പദ്ധതിയെ വിലയിരുത്തിക്കൊണ്ട് 11ാം പഞ്ചവത്സര പദ്ധതി പറയുന്നു, 10ാം പദ്ധതിക്കാലത്ത് 7% സാമ്പത്തിക വളർച്ച നമ്മുടെ രാജ്യം കൈവരിച്ചു എന്ന് നമ്മുടെ ഗവൺമെന്റുകൾ മേലിനടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് വിനീതമായിട്ട് ചോദിക്കുവാനുള്ളത്, 7% സാമ്പത്തിക വളർച്ച ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ 70% ആളുകളും ഉപജീവനത്തിന് വേണ്ടി ഇന്നും ബന്ധപ്പെട്ട് കിടക്കുന്ന കാർഷിക മേഖലയിൽ എത്ര ശതമാനത്തിന്റെ വർധനവുണ്ടായി എന്ന് കൂടി പറയാൻ നിങ്ങൾ തയ്യാറാവണം. 1.5% വർധനവ്. 7% സാമ്പത്തിക വർധനവുണ്ടാകുമ്പോൾ കാർഷിക രംഗത്ത് 1.5% വർധനവുണ്ടാകുന്നത്. 70% ജനങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന കാർഷിക മേഖലയിൽ 1.5%, ബാക്കി വരുന്ന 30% മറ്റു മേഖലയിൽ 7% വർധനവുണ്ടാകുമ്പോൾ ആരുടെ വർധനമാണ് സാമ്പത്തിക രംഗത്തേക്ക് നമ്മുടെ രാജ്യത്ത് ഉണ്ടായത് എന്ന് ഈ കണക്ക് കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ 1980 മുതൽ 96 വരെയുള്ള സാമ്പത്തിക വളർച്ചയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ 3% സാമ്പത്തിക വളർച്ച ഉണ്ടായപ്പോ 3.5% കാർഷിക രംഗത്ത് വളർച്ച ഉണ്ടായിരുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകേണ്ട വളർച്ച. 70% വരുന്ന ജനങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന കാർഷിക രംഗത്ത് സാമ്പത്തിക വളർച്ചയേക്കാൾ വളർച്ച കൂടുതലുണ്ടാകുമ്പോൾ മാത്രമേ, അതിന്റെ ശതമാന വർധനവ് വർദ്ധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. 70% ജനതയുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട കാർഷിക മേഖല നാൾക്കുനാൾ നമ്മുടെ രാജ്യത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന ഭീകരമായ റിപ്പോർട്ട് കൂടിയാണോ 11ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് പറയുന്നു, 11ാം പദ്ധതിയിലൂടെ കാർഷിക രംഗത്ത് 4% വർധനവ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്നാണ് 11ാം പദ്ധതിയുടെ സമീപന രേഖയിൽ സൂചിപ്പിക്കുന്നത്. 11ാം പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല, സമീപന രേഖ സമർപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ സമീപന രേഖയിൽ പറയുന്നു 4% വർധനവുണ്ടാക്കും. എങ്ങനെയാണ് 4% വർധനവുണ്ടാക്കുക? അതുകൂടി സമീപന രേഖയിൽ വിശദീകരിക്കുന്നുണ്ട്. 4% വർധനവുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. കാർഷിക രംഗത്ത് നാളിതുവരെ നമുക്ക് തകർച്ച അനുഭവിക്കാനുള്ള പ്രധാന കാരണം കർഷകർക്ക് നമ്മൾ വെള്ളം വെറുതെ കൊടുത്തതാണ്, കർഷകർക്ക് നമ്മൾ സബ്സിഡി അനുവദിച്ചതാണ്, കർഷകർക്ക് നമ്മൾ വളം വെറുതെ കൊടുത്തതാണ്. അതുകൊണ്ട് ഇനി മുതൽ കർഷകർക്ക് സബ്സിഡി അനുവദിക്കാൻ പാടില്ല. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ശുപാർശയാണ് സഹോദരന്മാരെ. കർഷകർക്ക് ഇനി ഒരിക്കലും തന്നെ കനാൽ ജലം വെറുതെ കൊടുക്കാൻ പാടില്ല. കനാൽ ജലം കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് അതിന് പ്രത്യേകമായ ഫീസ് ഈടാക്കേണ്ടതായിട്ടുണ്ട്. കനാൽ ജലത്തിന് ഫീസ്, അതേപോലെ തന്നെ രാസവളത്തിന് സബ്സിഡി കൊടുക്കാൻ പാടില്ല, വെള്ളം വെറുതെ കൊടുക്കാൻ പാടില്ല, കരണ്ട് വെറുതെ കൊടുക്കാൻ പാടില്ല, കർഷകനൊരു സാമ്പത്തിക സഹായവും ഇനി മുതൽ കൊടുക്കാൻ പാടില്ല എന്ന് 11ാം പഞ്ചവത്സര പദ്ധതിയിൽ ശുപാർശ ചെയ്യുമ്പോൾ തന്നെ, അത്തരം കാര്യങ്ങൾ സമീപന രേഖയിൽ പറയുമ്പോൾ തന്നെ പറയുന്നു 4% കാർഷിക രംഗത്ത് വളർച്ച ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എങ്ങനെയാണ് അപ്പോൾ 4% വളർച്ച ഉണ്ടാകുന്നത്? സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. വെള്ളം കിട്ടാതെ, കരണ്ട് കിട്ടാതെ, അതേപോലെ തന്നെ ലോൺ ലഭിക്കാതെ, സബ്സിഡി അനുഭവിക്കാതെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കർഷകൻ കാർഷിക ഭൂമിയിൽ നിന്ന് പുറന്തള്ളപ്പെടുമ്പോ മൾട്ടിനാഷണൽ കമ്പനികൾ നമ്മുടെ വയലേലകളിലും നമ്മുടെ മുഴുവൻ കൃഷിഭൂമിയിലും ഇറങ്ങി വന്നിട്ട് ഭക്ഷ്യവിളകൾ മാറ്റിവെച്ച് നാണ്യവിളകൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപകൾ കൊയ്തെടുക്കാൻ പോകുന്നു 11ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ എന്ന യാഥാർത്ഥ്യമാണ് ഈ പദ്ധതി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പദ്ധതി ആർക്ക് വേണ്ടിയാണ്? മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി, ബഹുരാഷ്ട്ര കുത്തകകൾക്ക് വേണ്ടി, സ്വദേശത്തും വിദേശത്തുമുള്ള ബഹുരാഷ്ട്ര കുത്തകകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു 11ാം പഞ്ചവത്സര പദ്ധതി ഇവിടെ വരാനിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ പദ്ധതി അഭിവൃദ്ധിക്ക് വേണ്ടി ഉള്ളതായിരുന്നു, നമ്മുടെ രാജ്യനിവാസികളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി ഉള്ളതായിരുന്നു. എന്നാൽ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ സമീപന രേഖ നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. UPA ഗവൺമെന്റ് സാമ്രാജ്യത്വ ശക്തികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ പഞ്ചവത്സര പദ്ധതികൾ സംവിധാനിച്ചുകൊണ്ടിരിക്കുന്നത്, തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. 10ാം പദ്ധതിയെ വിലയിരുത്തിക്കൊണ്ട് 11ാം പഞ്ചവത്സര പദ്ധതി പറയുന്നു, 10ാം പദ്ധതിക്കാലത്ത് 7% സാമ്പത്തിക വളർച്ച നമ്മുടെ രാജ്യം കൈവരിച്ചു എന്ന് നമ്മുടെ ഗവൺമെന്റുകൾ മേലിനടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് വിനീതമായിട്ട് ചോദിക്കുവാനുള്ളത്, 7% സാമ്പത്തിക വളർച്ച ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ 70% ആളുകളും ഉപജീവനത്തിന് വേണ്ടി ഇന്നും ബന്ധപ്പെട്ട് കിടക്കുന്ന കാർഷിക മേഖലയിൽ
എത്ര ശതമാനത്തിന്റെ വർധനവുണ്ടായി എന്ന് കൂടി പറയാൻ നിങ്ങൾ തയ്യാറാവണം. 1.5% വർധനവ്. 7% സാമ്പത്തിക വർധനവുണ്ടാകുമ്പോൾ കാർഷിക രംഗത്ത് 1.5% വർധനവുണ്ടാകുന്നത്. 70% ജനങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന കാർഷിക മേഖലയിൽ 1.5%, ബാക്കി വരുന്ന 30% മറ്റു മേഖലയിൽ 7% വർധനവുണ്ടാകുമ്പോൾ ആരുടെ വർധനമാണ് സാമ്പത്തിക രംഗത്തൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായത് എന്ന് ഈ കണക്ക് കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ 1980 മുതൽ 96 വരെയുള്ള സാമ്പത്തിക വളർച്ചയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ 3% സാമ്പത്തിക വളർച്ച ഉണ്ടായപ്പോ 3.5% കാർഷിക രംഗത്ത് വളർച്ച ഉണ്ടായിരുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകേണ്ടുന്ന വളർച്ച. 70% വരുന്ന ജനങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന കാർഷിക രംഗത്ത് സാമ്പത്തിക വളർച്ചയേക്കാൾ വളർച്ച കൂടുതലുണ്ടാകുമ്പോൾ മാത്രമേ, അതിന്റെ ശതമാന വർധനവ് വർദ്ധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. 70% ജനതയുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട കാർഷിക മേഖല നാൾക്കുനാൾ നമ്മുടെ രാജ്യത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന ഭീകരമായ റിപ്പോർട്ട് കൂടിയാണ് 14ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് പറയുന്നു 11ാം പദ്ധതിയിലൂടെ കാർഷിക രംഗത്ത് 4% വർധനവ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്നാണ് 11ാം പദ്ധതിയുടെ സമീപന രേഖയിൽ സൂചിപ്പിക്കുന്നത്. 11ാം പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല, സമീപന രേഖ സമർപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ സമീപന രേഖയിൽ പറയുന്നു 4% വർധനവുണ്ടാക്കും. എങ്ങനെയാണ് 4% വർധനവുണ്ടാക്കുക? അതുകൂടി സമീപന രേഖയിൽ വിശദീകരിക്കുന്നുണ്ട്. 4% വർധനവുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. കാർഷിക രംഗത്ത് നാളിതുവരെ നമുക്ക് തകർച്ച അനുഭവിക്കാനുള്ള പ്രധാന കാരണം കർഷകർക്ക് നമ്മൾ വെള്ളം വെറുതെ കൊടുത്തതാണ്, കർഷകർക്ക് നമ്മൾ സബ്സിഡി അനുവദിച്ചതാണ്, കർഷകർക്ക് നമ്മൾ വളം വെറുതെ കൊടുത്തതാണ്. അതുകൊണ്ട് ഇനി മുതൽ കർഷകർക്ക് സബ്സിഡി അനുവദിക്കാൻ പാടില്ല. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ശുപാർശയാണ് സഹോദരന്മാരെ. കർഷകർക്ക് ഇനി ഒരിക്കലും തന്നെ കനാൽ ജലം വെറുതെ കൊടുക്കാൻ പാടില്ല. കനാൽ ജലം കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് അതിന് പ്രത്യേകമായ ഫീസ് ഈടാക്കേണ്ടതായിട്ടുണ്ട്. കനാൽ ജലത്തിന് ഫീസ്, അതേപോലെ തന്നെ രാസവളത്തിന് സബ്സിഡി കൊടുക്കാൻ പാടില്ല, വെള്ളം വെറുതെ കൊടുക്കാൻ പാടില്ല, കരണ്ട് വെറുതെ കൊടുക്കാൻ പാടില്ല, കർഷകനൊരു സാമ്പത്തിക സഹായവും ഇനി മുതൽ കൊടുക്കാൻ പാടില്ല എന്ന് 11ാം പഞ്ചവത്സര പദ്ധതിയിൽ ശുപാർശ ചെയ്യുമ്പോൾ തന്നെ, അത്തരം കാര്യങ്ങൾ സമീപന രേഖയിൽ പറയുമ്പോൾ തന്നെ പറയുന്നു 4% കാർഷിക രംഗത്ത് വളർച്ച ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എങ്ങനെയാണ് അപ്പോൾ 4% വളർച്ച ഉണ്ടാകുന്നത്? സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. വെള്ളം കിട്ടാതെ, കരണ്ട് കിട്ടാതെ, അതേപോലെ തന്നെ ലോൺ ലഭിക്കാതെ, സബ്സിഡി അനുഭവിക്കാതെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കർഷകൻ കാർഷിക ഭൂമിയിൽ നിന്ന് പുറന്തള്ളപ്പെടുമ്പോ മൾട്ടിനാഷണൽ കമ്പനികൾ നമ്മുടെ വയലേലകളിലും നമ്മുടെ മുഴുവൻ കൃഷിഭൂമിയിലും ഇറങ്ങി വന്നിട്ട് ഭക്ഷ്യവിളകളെ മാറ്റിവെച്ച് നാണ്യവിളകൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപകൾ കൊയ്തെടുക്കാൻ പോകുന്നു 11ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ എന്ന യാഥാർത്ഥ്യമാണ് ഈ പദ്ധതി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പദ്ധതി ആർക്ക് വേണ്ടിയാണ്? മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി, ബഹുരാഷ്ട്ര കുത്തകകൾക്ക് വേണ്ടി, സ്വദേശത്തും വിദേശത്തുമുള്ള ബഹുരാഷ്ട്ര കുത്തകകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു 11ാം പഞ്ചവത്സര പദ്ധതി ഇവിടെ വരാനിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ പദ്ധതി ഞാൻ സൂചിപ്പിക്കുന്നത് UPA ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന 11ാം പഞ്ചവത്സര പദ്ധതി, അത് സമർപ്പിക്കപ്പെട്ട സമീപന രേഖയിലുള്ള മുഴുവൻ കാര്യങ്ങളും ഉള്ളടക്കവും പരിശോധിക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തെ കൃഷിഭൂമിയിൽ നിന്ന് കർഷകൻ അട്ടിപ്പുറത്താക്കിക്കൊണ്ട് MNCകളെ കൃഷിഭൂമി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ തട്ടുകടകൾ വരെ ബഹുരാഷ്ട്ര കുത്തകകൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഉപജീവനം കഴിക്കുന്ന